ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. നിരവധി പ്രദർശനങ്ങളും വിൽപ്പന മേളകളും നഗരത്തിലെ സ്ഥിരം കാഴ്ചകളാണ്. അതിൽ വ്യത്യസ്തത എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുക പ്രയാസമായിരിക്കും. എന്നാൽ കോഴിക്കോട്ടെ ഒരു കൂട്ടം വീട്ടമ്മമാർ ഇത്തരം പ്രദർശന മേളകൾക്ക് പുതിയ മുഖം നൽകിയിരിക്കുകയാണ്. ക്യാൻസർ ബാധിതരായ കുരുന്നുകൾക്ക് സ്നേഹസ്പർശമായി ഒരു പ്രദർശനം. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. അന്യായ സ്ഥലമാറ്റം. ADM-നെ NGO യൂണിയൻ പ്രവർത്തകർ ഉപരോധിച്ചു. സ്ഥലമാറ്റം റദ്ദാക്കി. കൊട്ടേഷൻ സംഘങ്ങളെയും ഗുണ്ടാ സംഘങ്ങളെയും കോഴിക്കോട്ട് വളരാൻ അനുവദിക്കില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ്. കയർ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഡെപ്യൂട്ടി മേയർ അബ്ദുൽ ലത്തീഫ്. വാർത്തകൾ വിശദമായി. കളക്ടറേറ്റിലെ വിവിധ തസ്തികകളിലെ ജീവനക്കാരെ സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ച് NGO യൂണിയന്റെ നേതൃത്വത്തിൽ ADM P അറുമുഖനെ ഉപരോധിച്ചു. തുടർന്ന് സ്ഥലമാറ്റം റദ്ദു ചെയ്യുമെന്ന് രേഖാമൂലം എഴുതി കൊടുത്തതോടെ മണിക്കൂറുകളോളം നീണ്ട ഉപരോധം ജീവനക്കാർ പിൻവലിച്ചു. സാറിന് തീരുമാനിക്കാം. സാർ എഴുതി ഒപ്പിട്ട ഓർഡറാണ്. ഒരു കലക്ടർ ഏത് ഉത്തരവാണ്? കളക്ടറേറ്റിലെ വിവിധ തസ്തികകളിലെ ജീവനക്കാരെ സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് NGO യൂണിയൻ നേതൃത്വത്തിൽ ADM-നെ മണിക്കൂറുകളോളം ഉപരോധിച്ചത്. മാനദണ്ഡം കൂടാതെ തലങ്ങും വിലങ്ങും ജീവനക്കാരെ സ്ഥലം മാറ്റിയിരുന്നു. കഴിഞ്ഞ ദിവസം 84 ക്ലർക്കുമാരെ സ്ഥലം മാറ്റി. ഇതിൽ സ്ഥലം മാറി വന്ന 20 പേരും പെടുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് NGO യൂണിയൻ പ്രവർത്തകർ ADM P അറുമുഖനെ ഘെരാവോ ചെയ്തത്. തുടർന്ന് സ്ഥലം മാറ്റം റദ്ദു ചെയ്യാമെന്ന് രേഖാമൂലം എഴുതിക്കൊടുത്തതിനെ തുടർന്ന് പ്രവർത്തകർ മണിക്കൂറുകളോളം നീണ്ട ഉപരോധം പിൻവലിച്ചു. ഓർഡർ വെച്ച് ഏതെങ്കിലും ജീവനക്കാരൻ ജോയിൻ ചെയ്താൽ ജോയിൻ ചെയ്യുന്ന ജീവനക്കാരൻ ഞങ്ങൾ പോയി തല്ലു. അതിന് ഉത്തരവാദിത്വം സാറിനായി. ഈ മുഴുവൻ ആള് ഞങ്ങളൊന്ന് കയ്യിന്റെ വിരലിൽ വിളിച്ചാൽ ഈ സാറിന് പിന്നെ വലിയ വിഷയമാണ്. ഞങ്ങളിപ്പോ ഇങ്ങനെ അടങ്ങിയിരിക്കണമെന്ന് നോക്കണ്ട. NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ E പ്രേംകുമാർ, സുജാത കൂടത്തിങ്കൽ, ജില്ലാ സെക്രട്ടറി K രാജേന്ദ്രൻ, പ്രസിഡന്റ് E മൊയ്തീൻ എന്നിവരാണ് ഉപരോധത്തിന് നേതൃത്വം നൽകിയത്. കയർ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കേണ്ടത് ആവശ്യമാണെന്ന് ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ്. കേരള സർക്കാർ കയർ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കയർ വ്യവസായം പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സർക്കാർ കയർ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കയർ വ്യവസായം പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിൽ ഏകദിന സെമിനാർ നടന്നു. ബീച്ച് പോർട്ട് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച കയർ പ്രകൃതിദത്ത നാരുൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയോടനുബന്ധിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കയർ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ ഈ രംഗം വിടുകയാണ്. ഈ സ്ഥിതി മാറ്റേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ രംഗം വിട്ടൊഴിയാനാണ് എപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ അല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കേണ്ടത് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ഉപജീവനം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് അത്യന്താപേക്ഷിതം. വളനാട് കയർ വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് അളത്തിൽ വാസു, കാവുംതറ സംയോജിത കയർ വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് രാമചന്ദ്രൻ, ചേമഞ്ചേരി കയർ വ്യവസായ സഹകരണ സംഘം സെക്രട്ടറി K നാരായണൻ, ചേലിയ കയർ വ്യവസായ സംഘം സെക്രട്ടറി K ബാലകൃഷ്ണൻ, E ദാമോദരൻ, KP രാജൻ എന്നിവർ സംബന്ധിച്ചു.
വ്യവസായ വാണിജ്യ വകുപ്പ് റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ KB രാധാകൃഷ്ണൻ വിഷയം അവതരിപ്പിച്ചു. കൊട്ടേഷൻ സംഘങ്ങളെയും ഗുണ്ടാ സംഘങ്ങളെയും കോഴിക്കോട്ട് വളരാൻ അനുവദിക്കില്ലെന്ന് പുതിയ പോലീസ് കമ്മീഷണർ AV ജോർജ് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുമായുള്ള സഹകരണമാണ് പോലീസിന്റെ വിജയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോടെ മാത്രം സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് കേരളത്തിൽ മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെയും ഇതേരീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഈ വസ്തുതകൾ പെരുപ്പിക്കാതെ മനസ്സിലാക്കി പ്രതികരിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കണമെന്ന് പുതിയ കമ്മീഷണർ AV ജോർജ് അഭിപ്രായപ്പെട്ടു. ഇന്ന് കേരളത്തിൽ ഒന്നാകെയുള്ള സാമൂഹ്യ പ്രശ്നമാണ് സ്കൂൾ കുട്ടികളുടേത്. കുട്ടികളുടെ യാത്രയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് 100% പരിഹാരം കാണാൻ പോലീസിനും കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എങ്കിലും കുട്ടികളെ കുത്തിനിറച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഓട്ടോകൾക്കെതിരെയും പരിധിയിൽ കവിഞ്ഞ് കുട്ടികളെ നിറയ്ക്കുന്ന മറ്റ് വാഹനങ്ങൾക്കെതിരെയും കർശന നടപടികൾ സ്വീകരിക്കും. ബസ്സിലെ ക്ലീനർമാർ മൂലം വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ശ്രമിക്കും. 10 മണിക്ക് ശേഷം മൈക്ക് പാടില്ലെന്ന നിയമം കർശനമാക്കും. SPC സ്കൂളുകൾ കാര്യക്ഷമമാക്കും. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് ലോബികളെ തുരത്താൻ പുതിയ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടപടികൾ ആവിഷ്കരിക്കും. ഒളിഞ്ഞും പിന്തുടർന്നുമുള്ള ഹെൽമറ്റ് വേട്ടയെ പോലീസ് പിന്തുണയ്ക്കുന്നില്ലെന്നും ട്രാഫിക് നിയമങ്ങൾ കർശനമാക്കാൻ ഹെൽമറ്റ് പരിശോധന അടക്കമുള്ളവ കർശനമാക്കുമെന്നും പുതിയ കമ്മീഷണർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ മുഖാമുഖത്തിൽ പറഞ്ഞു. പരിപാടിയിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കമാൽ വരദൂർ, AV ഷെറീൻ, NP പ്രശാന്ത് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇലക്ട്രിസിറ്റി നിയമം 2003 ഭേദഗതി ചെയ്യുന്നതിനെതിരെ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. കോഴിക്കോട് വൈദ്യുതി ഭവന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MG സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വൈദ്യുതി മേഖലയെ സമ്പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി നിയമം 2003 ഭേദഗതി ചെയ്യുന്നതിനെതിരെ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തെ വൈദ്യുതി ജീവനക്കാരും ഓഫീസർമാരും ദേശീയ പ്രക്ഷോഭം നടത്തുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് വൈദ്യുതി ഭവന്റെ മുന്നിൽ ധർണ നടത്തി. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MG സുരേഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഊർജ്ജം ജനങ്ങളുടെ അവകാശമാണ്. അത് താങ്ങാവുന്ന വിലയ്ക്ക് എല്ലാവർക്കും കിട്ടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണം. അങ്ങനെ സാഹചര്യം ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ അതിനനുസൃതമായി ദേശീയ അടിസ്ഥാനത്തിൽ നയങ്ങൾ മാറ്റപ്പെടേണ്ടതുണ്ട്. അങ്ങനെ നയങ്ങൾ മാറ്റിക്കൊണ്ടല്ലാതെ എല്ലാവർക്കും ഊർജ്ജം അവകാശമായി കിട്ടില്ല എന്ന സന്ദേശം ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ കൂടിയാണ് ഈ അവസരം, ഈ പ്രക്ഷോഭത്തിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത്. KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി K ജയപ്രകാശ്, KSEB വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം VK ശശി, KSEB ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് T ശ്രീഹരി, CK ഹാജിറ, M വിനോദ്, CK സുരേഷ് ബാബു എന്നിവർ ധർണയിൽ സംസാരിച്ചു. ക്യാൻസർ ബാധിതരായ കുരുന്നുകൾക്ക് കൈത്താങ്ങാകുകയാണ് കോഴിക്കോട്ടെ ഒരു കൂട്ടം വീട്ടമ്മമാർ. സൃഷ്ടി ആർട്ട് ഗാലറിയിൽ സ്നേഹവർണ്ണങ്ങൾ എന്ന പേരിൽ ഒരുക്കിയ കരകൗശല വസ്തുക്കളുടെ പ്രദർശന വിപണന മേളയിലൂടെ സമൂഹത്തിന് മാതൃകയാവുകയാണ് ഇവർ. പെയിന്റിങ്ങുകളുടെയും കരകൗശല വസ്തുക്കളുടെയും പ്രദർശനവും വിൽപ്പനയുമാണ് സ്നേഹവർണ്ണങ്ങൾ എന്ന പേരിൽ സൃഷ്ടി ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയിലുള്ളത്. മെഡിക്കൽ കോളേജ് ക്യാൻസർ ബാധിതരായി കഴിയുന്ന കുരുന്നുകൾക്ക് ഒരു കൈത്താങ്ങ് എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചാണ് കോഴിക്കോട്ടെ ഒരു കൂട്ടം വീട്ടമ്മമാർ സ്നേഹവർണ്ണങ്ങൾ ഒരുക്കിയത്. കോഴിക്കോട് സ്വദേശികളായ പ്രേംജ ബാബുരാജ്, ഗീത വാസുദേവൻ, പ്രനിത ദിവാകരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 12 വീട്ടമ്മമാരാണ് ഈ ഉദ്യമത്തിന് മുന്നിട്ടിറങ്ങിയത്. സ്വന്തം കഴിവുകൾ ഉപയോഗിച്ചും വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയും പഠിച്ചു നിർമ്മിച്ച ഉൽപ്പന്നങ്ങളും ചിത്രരചനകളും പെയിന്റിങ്ങുകളുമാണ് പ്രദർശനത്തിലുള്ളത്. കൂടാതെ സ്ത്രീകൾക്ക് പ്രിയങ്കരമായ അലങ്കാര വസ്തുക്കൾ, കുട്ടികൾക്കായുള്ള ചെറിയ ഉടുപ്പുകൾ, കുർത്തകൾ, വിവിധതരം സാരികളിൽ പുരാണ കഥകളെ ആലേഖനം ചെയ്തതും പ്രദർശനത്തിലെ പ്രധാന ആകർഷണമാണ്. 20 മുതൽ 20,000 വില വരുന്ന വസ്തുക്കളാണ് പ്രദർശനത്തിലുള്ളത്. ഉൽപ്പന്നങ്ങൾ വിറ്റു ലഭിക്കുന്ന പണം ഉപയോഗിച്ചാണ് സ്നേഹവർണ്ണങ്ങൾ എന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് സംരംഭത്തിന് നേതൃത്വം നൽകിയവർ പറഞ്ഞു. എല്ലാം ഹൗസ് വൈഫ്സും പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും ഹൗസ് വൈഫ്സ് ആണ്. അതാണ് എഫോർഡബിൾ. എന്താ വെച്ചാൽ നമുക്ക് ഈ സാധനം സെയിൽ ചെയ്ത് പോയിട്ട് അതിന്റെ 30% ആണ് നമ്മൾ ഈ കുട്ടികൾക്ക് ഫണ്ട് റേസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ മാക്സിമം സാധനം സെയിൽ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഉദ്ദേശം. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കലക്ടർ CA ലത നിർവഹിച്ചു. ഈ മാസം 25 വരെയാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. വാർത്തകളിൽ ഇടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്.
ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ? ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. നിലമ്പൂർ കോൺഗ്രസ് ഐ ഓഫീസിൽ വെച്ച് ഓഫീസ് ജീവനക്കാരി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ ഉന്നതരുടെ പങ്ക് പുറത്തു കൊണ്ടുവരുന്നതിന് CBI അന്വേഷണം ആവശ്യമാണെന്ന് NCP മീഡിയ കമ്മിറ്റി ചെയർമാൻ ഉഴവൂർ വിജയൻ പറഞ്ഞു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളെ ശിക്ഷിച്ചതിനു ശേഷവും CBI അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ കോൺഗ്രസ് ഓഫീസിൽ നടന്ന കൊലപാതകത്തിലെ ഉന്നതരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് വിരോധാഭാസമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടി സ്ത്രീ മുന്നേറ്റ യാത്ര സംഘടിപ്പിച്ച മഹിളാ കോൺഗ്രസ് ഐ പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ നിലമ്പൂരിലെ കോൺഗ്രസ് ഐ ഓഫീസിലേക്ക് ഒരു യാത്ര നടത്തണമെന്ന് ഉഴവൂർ വിജയൻ പറഞ്ഞു. കോൺഗ്രസ് ഐയിൽ ഗ്രൂപ്പുകൾ ഇല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സോണിയാഗാന്ധി VM സുധീരനെ KPCC പ്രസിഡന്റാക്കിയെങ്കിലും തത്വത്തിൽ അദ്ദേഹം വിവിധ ഗ്രൂപ്പുകളുടെ ഫെഡറേഷന്റെ പ്രസിഡന്റായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിതവാദിയും പരിസ്ഥിതി സ്നേഹിയുമായ സുധീരൻ പ്രസിഡന്റായ ശേഷം 17 വമ്പൻ ക്വാറികൾക്ക് അനുവാദം നൽകിയതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ സുധീറിന് ധൈര്യമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. UDF സർക്കാരിന്റെ 1000 ദിനങ്ങൾ പിന്നിട്ടപ്പോൾ 1000 ബലൂൺ പറത്തി ആഘോഷിച്ച സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ ആയിരക്കണക്കിന് പ്രതീക്ഷകളാണ് കാറ്റുപോയ ബലൂൺ പോലെ ആക്കിയിട്ടുള്ളതെന്നും NCP മീഡിയ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നല്ല വിജയം നേടും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നികഷങ്ങളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. മലബാർ ക്രിസ്ത്യൻ കോളേജ് ചരിത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ചരിത്ര പഠനത്തിലെ പുതുപ്രവണതകളെക്കുറിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാറിൽ കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഷീബ സ്ത്രീ ചരിത്രത്തിൽ എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ഇന്ത്യൻ ചരിത്ര രചനയിലെ മാറുന്ന വീക്ഷണങ്ങൾ എന്ന വിഷയത്തിലാണ് സെമിനാർ നടന്നത്. 2 ദിവസങ്ങളിലായി നടന്ന സെമിനാറിൽ വിദഗ്ധർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചർച്ച ചെയ്യാതെ പോയ ഏടുകൾ പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ചരിത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ചരിത്ര പഠനത്തിലെ പൊതുപ്രവണതകളെക്കുറിച്ച് നടത്തിയ UGC നാഷണൽ സെമിനാറിൽ 2ാം ദിനം സ്ത്രീ ചരിത്രത്തിൽ എന്ന വിഷയമാണ് അവതരിപ്പിച്ചത്. കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഷീബ സെമിനാറിന് നേതൃത്വം നൽകി. ആധുനിക സ്ത്രീകളും ആദിവാസി സ്ത്രീകളും തമ്മിൽ ചരിത്രപരമായി ഏറെ അന്തരമുണ്ടെന്നും അത് മാറ്റിക്കൊണ്ടുവരണമെന്നും ഷീബ പറഞ്ഞു. അവരുടെ ഒരു ഷെയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാം. നമ്മൾ ഈ ക്യാപിറ്റലിസ്റ്റ് ലോജിക്കിലാണ് നിൽക്കുന്നത് അല്ലേ? ആദിവാസികൾ എന്താണ് മടിയന്മാരും നാളേക്ക് വിചാരമില്ലാത്ത ആളുകളുമാണ് അല്ലേ? ദാറ്റ് ഇസ് ദ ക്യാപിറ്റലിസ്റ്റ് ലോജിക്. ഡോക്ടർ ദേവദാസ് P അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അബ്ദുൾ റസാഖ് PP, ഡോക്ടർ വാസൻ എന്നിവർ സംബന്ധിച്ചു. കുന്നമംഗലത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന മാരത്തണിന് മുന്നോടിയായി ബീച്ചിൽ മണൽ ശില്പം തീർത്തു. അവയവദാനത്തിന്റെ സന്ദേശമുയർത്തി ഞായറാഴ്ച രാവിലെയാണ് കോഴിക്കോട്ടെ മാരത്തൺ സംഘടിപ്പിക്കുന്നത്. ഞായറാഴ്ച രാവിലെ ബീച്ചിൽ നിന്ന് ആരംഭിക്കുന്ന കാലിക്കറ്റ് മാരത്തണിന്റെ പ്രചാരണ ഭാഗമായാണ് ഒഡീഷയിലെ പുരി സ്വദേശിയായ രഞ്ജൻ ഗാംഗുലി മണൽ ശില്പം തീർത്തത്. കേരള സർക്കാർ ആരോഗ്യവകുപ്പിന് കീഴിലെ കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗുമായി സഹകരിച്ചാണ് ഇത്തവണ മാരത്തൺ സംഘടിപ്പിക്കുന്നത്. അവയവദാനത്തിന്റെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയെന്നതാണ് രാജ്യത്തെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ ഈ വർഷത്തെ മാരത്തണിന്റെ സന്ദേശം. ദീർഘദൂര ഓട്ടത്തിന്റെ പ്രചാരണ ഭാഗമായി ബുധനാഴ്ചയാണ് രഞ്ജൻ ഗാംഗുലി ബീച്ചിൽ മണൽ ശില്പം തീർത്തത്. പിഞ്ചു പൈതലിന് ഇരു കൈകൾ ഹൃദയം നൽകുന്നതാണ് ശില്പം. ഇതിനകം ഏറെ പേരെ ആകർഷിച്ച ശില്പത്തിന്റെ പ്രദർശനം ഞായറാഴ്ച വരെ തുടരും. ഞായറാഴ്ച രാവിലെ 6:30-നാണ് 10 കിലോമീറ്റർ മാരത്തൺ ബീച്ചിൽ നിന്ന് ആരംഭിക്കുക. അന്താരാഷ്ട്ര ബ്രാൻഡായ പ്യൂമയുമായി സഹകരിച്ച് നടത്തുന്ന മാരത്തണിലെ വിജയിക്ക് 2 ലക്ഷം രൂപയാണ് പ്രൈസ് മണി. ഇതുകൂടാതെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പ്രമുഖരും അണിനിരക്കുന്ന 3 കിലോമീറ്റർ ഡ്രീം റണ്ണും നടക്കും. രചനകൾ ബോധപൂർവം കഠിനമാക്കാനുള്ള ശ്രമം പുതിയ എഴുത്തുകാരിൽ പ്രകടമാണെന്ന് എഴുത്തുകാരൻ M. മുകുന്ദൻ.
എന്നാൽ അത്തരം രചനകൾ നിലനിൽക്കില്ല എന്നതാണ് പുതിയ അനുഭവമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗ്രാമവികസന വകുപ്പ് കമ്മീഷണർ KV മോഹൻകുമാറിന്റെ 2 നോവലുകളുടെ സമാഹാരമായ ജാരവൃക്ഷത്തിന്റെ തണൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ രംഗത്ത് അപ്രതീക്ഷിതമായി അനീതിക്കെതിരായ ഉണർവ് വളർന്നു വന്ന സാഹചര്യത്തിൽ എഴുത്തുകാർ സാമൂഹിക നിലപാടുകൾ പുനഃപരിശോധിക്കണമെന്ന് എഴുത്തുകാരൻ M. മുകുന്ദൻ പറഞ്ഞു. ഗ്രാമവികസന വകുപ്പ് കമ്മീഷണർ KV മോഹൻകുമാറിന്റെ 2 നോവലുകളുടെ സമാഹാരമായ ജാരവൃക്ഷത്തിന്റെ തണൽ പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PK ഗോപി പുസ്തകം ഏറ്റുവാങ്ങി. അസഹിഷ്ണുതകൾ അവസാനിപ്പിച്ച് എല്ലാവരും നിശബ്ദതകളിലേക്ക് വലിഞ്ഞ ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള മാറ്റം സ്വാഗതാർഹമാണ്. അടിച്ചമർത്തപ്പെട്ടവർ നീതിക്കു വേണ്ടി പൊരുതുമ്പോൾ എഴുത്തുകാർ നിലപാട് വ്യക്തമാക്കണം. ഡൽഹിയിൽ ആരംഭിച്ച ഈ മാറ്റം കേരളത്തിലേക്ക് കൂടി പടരുകയാണ്. രചനകൾ ബോധപൂർവം കഠിനമാക്കാനുള്ള ശ്രമം പുതിയ എഴുത്തുകാരിൽ പ്രകടമാണ്. എന്നാൽ അത്തരം രചനകൾ നിലനിൽക്കില്ല എന്നതാണ് പുതിയ അനുഭവമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷേ കാലം കടന്നു പോകുമ്പോഴൊക്കെ ഈ നോവൽ അതേപടി നിൽക്കുകയും പരിസരം മാറുകയും ചെയ്യും. പരിസരം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്, നോവൽ മാറുന്നില്ല. അപ്പോൾ അങ്ങനെ മാറുന്ന പരിസരത്തിൽ വെച്ചുകൊണ്ടാണ് ഒരേ നോവലിനെ നമ്മൾ പല കാലഘട്ടത്തിൽ വായിക്കുന്നത്. ഡോക്ടർ ഖദീജ മുംതാസ് അധ്യക്ഷത വഹിച്ചു. UK കുമാരൻ പുസ്തകം പരിചയപ്പെടുത്തി. മാധ്യമം പീരിയോഡിക്കൽസ് എഡിറ്റർ PK പാറക്കടവ്, ഐസക് ഈപ്പൻ, KV മോഹൻകുമാർ, NE മനോഹർ, BK ഹരിദാസ് എന്നിവർ സംബന്ധിച്ചു. പന്നിയങ്കര ഇസ്ലാഹിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ സിൽവർ ജൂബിലിയും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം A. പ്രദീപ് കുമാർ MLA നിർവഹിച്ചു. പന്നിയങ്കര ഇസ്ലാഹിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ സിൽവർ ജൂബിലിയും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടന്നു. PTA പ്രസിഡന്റ് BV മുഹമ്മദ് അഷ്റഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം A. പ്രദീപ് കുമാർ MLA നിർവഹിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് AV അൻവർ കുട്ടികൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ സീനിയർ അധ്യാപകരെയും മാനേജ്മെന്റിനെയും ആദരിച്ചു. സ്കൂൾ ഹെഡ്മിസ്റ്റർ സാബിയ ഖാദർ, സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ NVA മജീദ്, സെക്രട്ടറി MM അബ്ദുൽ സലാം, CA നാസർ, പാലക്കണ്ടി മൊയ്തീൻ അഹമ്മദ്, ഓൾഡ് സ്റ്റുഡൻസ് സെക്രട്ടറി KV നവാഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്കൂൾ ലീഡർ TV മർവ സ്വാഗതവും PTA വൈസ് പ്രസിഡന്റ് റിഷാദ് അലി KV നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വർണ്ണശബളമായ കലാപരിപാടികളും നടന്നു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ജുഗൽ ബന്ദി. ഇന്ത്യയിലെ ഏറ്റവും വർണ്ണാഭമായ കോട്ടൺ ഉത്സവം. 1000-ലേറെ ഗ്രാമങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ലക്ഷക്കണക്കിന് ശ്രേണികൾ. രജപുത്രാഞ്ജന, മ്യൂറൽ റോയാൽ, മുഗൾ ആസം, ദക്ഷിൺ ആൻഡ് ഡെക്കാൻ തുടങ്ങി ഏറ്റവും പുതിയ കോട്ടൺ സാരി കളക്ഷനുകൾ. ഒപ്പം റെഡിമെയ്ഡ് ചുരിദാർ മെറ്റീരിയലുകൾ, കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവയുടെ പുത്തൻ കോട്ടൺ ശ്രേണികളും. കല്യാൺ സിൽക്സ് കോട്ടൺ ജുഗൽ ബന്ദി. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാ മാർച്ചിന്റെ മുന്നോടിയായി നടത്തുന്ന സർഗസംഗമത്തിന്റെ ഭാഗമായി ചിത്രപ്രദർശനവും ക്യാമ്പും സംഘടിപ്പിച്ചു. പരിപാടി ചിത്രകാരൻ പോൾ കല്ലാനോട് ഉദ്ഘാടനം ചെയ്തു. പോരാട്ടങ്ങളുടെയും സഹനത്തിന്റെയും ജീവിത വിജയത്തിന്റെയും ഓർമ്മപ്പെടുത്തലായി 15 ചിത്രങ്ങളാണ് പിറന്നത്. മതനിരപേക്ഷ ഇന്ത്യ വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയുള്ള പുത്തൻ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പകർന്ന് കോഴിക്കോട് ചിത്രകാരന്മാരുടെ കൂട്ടായ്മ നടന്നു. 26-ന് കോഴിക്കോട് കടപ്പുറത്ത് സമാപിക്കുന്ന കേരള രക്ഷാ മാർച്ചിന്റെ മുന്നോടിയായാണ് സർഗ സാംസ്കാരിക സംഗമത്തിന്റെ ഭാഗമായി കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറി അങ്കണത്തിൽ ചിത്രകാരന്മാരുടെ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി സാംസ്കാരിക സംവാദവും നടന്നു. ഡോക്ടർ J. പ്രസാദ് അധ്യക്ഷനായിരുന്നു. രാജേന്ദ്രൻ എടത്തുങ്കര, ഡോക്ടർ KM അനിൽ, ഐസക് ഈപ്പൻ എന്നിവർ സംസാരിച്ചു. CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. മോഹനൻ, ജില്ലാ കമ്മിറ്റി അംഗം MK നളിനി എന്നിവർ സംബന്ധിച്ചു. സാങ്കല്പിക സ്വർഗത്തിൽ അഭിരമിക്കുന്ന ജനതയായി കേരളം മാറിയിട്ടുണ്ട്. സാമൂഹിക നവീകരണ പ്രവർത്തനങ്ങളെ മറന്ന് എന്തിനേയും താൽക്കാലിക മൗനം കൊണ്ട് മൂടുമ്പോൾ പ്രത്യയശാസ്ത്ര ദൃഢതയിലൂടെ പ്രതിരോധം തീർക്കാൻ കഴിയും. വില കൊടുത്തു വാങ്ങാൻ കഴിയുന്ന എന്തിനു പിന്നിലും അപകടം പതിയിരിക്കുമ്പോൾ അതത് കാലത്തെ പ്രശ്നങ്ങളെ ആവിഷ്കരിക്കാൻ കലകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂവെന്നും സാംസ്കാരിക സംവാദം ചൂണ്ടിക്കാട്ടി. തുടർന്ന് പാട്ടുകൂട്ടം കോഴിക്കോടിന്റെ നവോത്ഥാന ഗാനങ്ങളും അരങ്ങേറി. ഇനി ക്ഷേത്രവിശേഷങ്ങളിലേക്ക്.
ഭക്തിയുടെ നിറവും കരിമരുന്നിന്റെ വിസ്മയവും ഒത്തുചേർന്ന അന്തരീക്ഷത്തിൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി. പറവൂർ രാകേഷ് തന്ത്രിയുടെയും പി പീതാംബരശാന്തിയുടെയും കാർമ്മികത്വത്തിലാണ് കൊടിയേറിയത്. രാത്രി ശിവശക്തിമയം നൃത്തശില്പവും അരങ്ങേറി. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തിന് പറവൂർ രാകേഷ് തന്ത്രി, പി പീതാംബരൻ ശാന്തി, ഷിബു ശാന്തി എന്നിവരുടെ കാർമ്മികത്വത്തിൽ കൊടിയേറി. ക്ഷേത്രയോഗം പ്രസിഡന്റ് പി ചന്ദ്രൻ, സെക്രട്ടറി IP പുഷ്പരാജ്, PV ഗംഗാധരൻ, KT ജനാർദ്ദനൻ, P സുന്ദർദാസ്, എടക്കോത്ത് സുരേഷ് ബാബു, അനിരുദ്ധൻ എഴുത്തുപള്ളി എന്നിവർ നേതൃത്വം നൽകി. ആയിരക്കണക്കിന് ഭക്തർ കൊടിയേറ്റ് ദർശിക്കാനെത്തി. ശിവശക്തിമയം നൃത്തശില്പം, കരിമരുന്ന് പ്രയോഗം എന്നിവയുമുണ്ടായിരുന്നു. ഉത്സവം 27 സമാപിക്കും. ഉത്സവ നാളുകളിൽ രാവിലെ 4:30 നട തുറക്കൽ, നിർമാല്യ ദർശനം, ഗണപതി ഹോമം, 6 ഉഷപൂജ, മുളപൂജ, 7:15 നവകം, പഞ്ചവിംശതി, കലശാഭിഷേകം, പന്തീരടി പൂജ, ശ്രീഭൂതബലി, 11:30 ഉച്ചപൂജ, വൈകിട്ട് 5:30 ഭഗവതി സേവ, ദീപാരാധന, മുളപൂജ, അത്താഴപൂജ, ശ്രീഭൂതബലി എന്നിവ നടത്തും. 26 ഒഴികെയുള്ള ദിവസങ്ങളിൽ കാലത്ത് 8:30 മുതൽ 10 വരെയും വൈകിട്ട് 5 മുതൽ 6 വരെയും രാത്രി 8 മുതൽ 9 വരെയും വിശേഷാൽ എഴുന്നള്ളിപ്പുണ്ടാകും. 26 കാലത്ത് 8:30 മുതൽ 10 വരെയാണ് എഴുന്നള്ളിപ്പ്. ദിവസവും ഉച്ചയ്ക്ക് 12 മുതൽ 2:30 വരെ അന്നദാനവും ഉണ്ടാകും. വെള്ളിയാഴ്ച വൈകിട്ട് 6 ഭജനയും രാത്രി 9 സീനിയർ വിഭാഗം നൃത്ത മത്സരവും ഉണ്ടായിരുന്നു. ശനിയാഴ്ച കാലത്ത് 10 മുതൽ ഗുരുദേവ കൃതി ചൊല്ലൽ, വൈകിട്ട് 6 ഭജന, രാത്രി 8:30 വെസ്റ്റ് ഹിൽ നടക്കാവ് പ്രാദേശിക കമ്മിറ്റിയുടെ ആഘോഷവരവ്, 9 ഗാനമേള എന്നിവയും ഉണ്ടാകും. 23 രാവിലെ 10 മുതൽ സംഗീത മത്സരം, വൈകിട്ട് 6 ഭജന, രാത്രി 8:30 കാരപ്പറമ്പ് പ്രാദേശിക കമ്മിറ്റിയുടെ ആഘോഷവരവ്, 9 ഗാനമേള, 24 വൈകിട്ട് 6 ഭജന, രാത്രി 8:30 കോട്ടൂളി നെല്ലിക്കോട് പ്രാദേശിക കമ്മിറ്റിയുടെ ആഘോഷവരവ്, രാത്രി 9 മഹാകവി കുമാരനാശാൻ ചരിത്ര നാടകം, 25 വൈകിട്ട് 6 ഭജന എന്നിവയും രാത്രി 8:30 നടുവട്ടം പെരച്ചനങ്ങാടി പ്രാദേശിക കമ്മിറ്റിയുടെ ആഘോഷവരവ്, 9 മിമിക്സ്, കരോക്കെ, മാജിക് ഡാൻസ്, മെഗാ ഷോ എന്നിവയും ഉണ്ടാകും. 26 വൈകിട്ട് 4 ക്ഷേത്രനടയിൽ പാണക്കുട കൈമാറ്റ ചടങ്ങ്, 4:30 ക്ഷേത്രക്കുളത്തിൽ തെപ്പോത്സവം, 6 പകൽപൂരം, 101 വാദ്യകലാകാരന്മാരുടെ ചെണ്ടമേളത്തോടെയുള്ള എഴുന്നള്ളിപ്പ്, രാത്രി 9 അഷ്ടപതി എന്നിവ നടത്തും. രാത്രി 10 പള്ളിവേട്ടയ്ക്ക് പുറപ്പെടും. 11 പള്ളി നിദ്ര. 27 ശിവരാത്രി നാളിൽ 4 പള്ളി ഉണർത്തൽ, തുടർന്ന് വിശേഷാൽ പൂജകളും രുദ്രാഭിഷേകങ്ങളും, 8 കാഴ്ചശ്രീ ബലി, വൈകിട്ട് 4 അക്ഷരശ്ലോക സദസ്സ്, 4:30 എഴുന്നള്ളിപ്പ്, 7 ശിവസഹസ്രനാമാർച്ചന, 8 സമാപന സമ്മേളനം എന്നിവ നടത്തും. 9 മണിക്ക് ആറാട്ട് പുറപ്പാട്, ആറാട്ട് ബലി, ആറാട്ട് കഴിഞ്ഞ് എഴുന്നള്ളിപ്പോടുകൂടി കൊടിയിറക്കൽ നടത്തും. തുടർന്ന് വിശേഷാൽ അഭിഷേകങ്ങൾ, പഞ്ചവിംശതി, കലശാഭിഷേകം എന്നിവയുണ്ടാകും. രാത്രി 12 മെഗാ ഓർക്കസ്ട്രയും. കൊയിലാണ്ടി ശക്തൻകുളങ്ങര ക്ഷേത്രത്തിൽ അരാട്ടൻകണ്ടി ഭാസ്കരൻ നായർ നിർമ്മിച്ച് സമർപ്പിച്ച നടപ്പന്തൽ ക്ഷേത്രം തന്ത്രി ചവനപ്പുഴ മുണ്ടോട്ട് പുളിയപറമ്പത്ത് ഇല്ലത്ത് കുബേരൻ നമ്പൂതിരിപ്പാട് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ഏറ്റുവാങ്ങി. ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച തിടപ്പള്ളിയുടെയും ആൽത്തറയുടെയും സമർപ്പണവും ഇതോടൊപ്പം നടന്നു. മാനാഞ്ചിറ മടപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ഏപ്രിൽ 24 മുതൽ മെയ് 1 വരെ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ മുന്നോടിയായി മാതൃസംഗമം നടന്നു. നാമജപത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് സ്വാമി ചിദാനന്ദപുരി പ്രഭാഷണം നടത്തി. ക്ഷേത്ര ഊരാളൻ രത്ന സഭാപതി അധ്യക്ഷനായിരുന്നു. രഘുവീർ ബിലാത്തുകുളം, ഗോപി കോട്ടൂളി, വിജയൻ ചെറുകുളം, ഷീന രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് അമ്പിളി വിജീഷ് എന്നിവർ സംസാരിച്ചു. രാമചന്ദ്രൻ ആലപ്പാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഭാഗവത സപ്താഹം നടക്കുന്നത്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കേരളത്തിൽ ആദ്യമായി വനിതകൾക്ക് മാത്രമായി വനിതാ ഇൻസ്ട്രക്ടർമാർ പരിശീലിപ്പിക്കുന്ന സ്വയം പ്രതിരോധ കരാട്ടെ പരിശീലനം ഫെബ്രുവരി 23 ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് കൂട്ടം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഷൊർണൂരിൽ തീവണ്ടി ബോഗിയിൽ ജീവത്യാഗം ചെയ്യേണ്ടി വന്ന കുമാരി സൌമ്യയുടെ അമ്മ പി സുമതിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. 7 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള വനിതകൾക്ക് മാത്രമായാണ് കരാട്ടെ പരിശീലനം ആരംഭിക്കുന്നത്. വെസ്റ്റ് ഹില്ലിലെ റൻഷി എം ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള 60 വനിതകൾ അടക്കമുള്ളവരുടെ കരാട്ടെ അഭ്യാസ പ്രകടനവും നടക്കുമെന്നും അവർ വ്യക്തമാക്കി. തെലങ്കാന ബില്ലിനെതിരായി CPM സ്വീകരിച്ചിട്ടുള്ള നിലപാട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണെന്ന്
CMP പോളിറ്റ് ബ്യൂറോ അംഗം അഡ്വക്കേറ്റ് ജി സുഗുണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏതാനും വോട്ടുകൾക്ക് വേണ്ടി പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടുകൾ CPM വിസ്മരിച്ചു. തെലുങ്കാനയുടെ വിമോചനത്തിനായുള്ള പ്രക്ഷോഭങ്ങൾക്ക് സഖാവ് P. സുന്ദരയ്യ നേതൃത്വം നൽകിയ CPM തന്നെ ചില പ്രാദേശിക പാർട്ടികൾക്കൊപ്പം നിന്ന് തെലുങ്കാന രൂപീകരണ ബില്ലിനെ എതിർത്തത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള നീതികേടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാരകമായ രോഗങ്ങൾ വന്ന് ദുരിതമനുഭവിക്കുന്ന കുട്ടികൾക്കും കുടുംബത്തിനും താങ്ങും തുണയുമാകുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സൊലസ് എന്ന സംഘടന കോഴിക്കോട്ട് പ്രവർത്തനം തുടങ്ങുന്നു. സൊലസിന്റെ രണ്ടാമത്തെ സാറ്റലൈറ്റ് സെന്റർ കോഴിക്കോട് ചേവായൂരിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഫെബ്രുവരി 23-ന് ഹോട്ടൽ അളകാപുരിയിൽ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിക്കുമെന്ന് സൊലസ് സെക്രട്ടറി ഷീബ അമീർ അറിയിച്ചു. KSTU 35ാമത് സംസ്ഥാന സമ്മേളനത്തിന് ഫെബ്രുവരി 23-ന് തുടക്കമാകും. പരിപാടികൾ നളന്ദ ഓഡിറ്റോറിയത്തിൽ IT വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക സമ്മേളനം പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി MK മുനീറും സമ്പൂർണ്ണ സമ്മേളനം പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളും ഉദ്ഘാടനം ചെയ്യും. 3 ദിവസങ്ങളിലായാണ് സമ്മേളന പരിപാടികൾ നടക്കുക. വിദ്യാഭ്യാസ സെമിനാർ മന്ത്രി PK അബ്ദുറബ്ബും പൊതുസമ്മേളനം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി E. അഹമ്മദും ഉദ്ഘാടനം ചെയ്യും. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉപഹാര സമർപ്പണം നടത്തുമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്യായ സ്ഥലമാറ്റം ADM-നെ NGO യൂണിയൻ പ്രവർത്തകർ ഉപരോധിച്ചു. സ്ഥലമാറ്റം റദ്ദാക്കി. കൊട്ടേഷൻ സംഘങ്ങളെയും ഗുണ്ടാ സംഘങ്ങളെയും കോഴിക്കോട്ട് വളരാൻ അനുവദിക്കില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ്. കയർ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഡെപ്യൂട്ടി മേയർ അബ്ദുൽ ലത്തീഫ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.